എങ്ങനെയെങ്കിലും ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വാഭാവികം, കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുതലാളിയാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. സ്വാഭാവികമായിട്ടും ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാനേ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുകയുള്ളൂ. പക്ഷേ മാധ്യമക്കോലുമായി പുതിയ തലമുറയുടെ മുന്നിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാപ്ര ടീം ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുകയാണ്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് തഴയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ യുവതലമുറ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബി ജെ പിക്ക് വേണ്ടിയുള്ള PR കൊട്ടേഷനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും ബി ജെ പിക്ക് എന്തത് LDF തലയിൽ ഇടാൻ പറ്റും. കാരണം നിങ്ങളുടെ സർക്കാർ മോശമാണ്, ഞങ്ങളെ ജയിപ്പിക്കൂ എന്നാൽ ഞങ്ങൾ കുറെ കൂടി തരാം. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുണ്ടോ? അവഗണിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായം കേന്ദ്രം കേരളത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ദുരന്തം വന്നു, നമ്മളെ കേരളത്തിലും ദുരന്തം നടക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ കിട്ടേണ്ടത്ര ഫണ്ട് നമുക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടുന്നില്ല. ചോദിക്കുമ്പോൾ അവർ പല ചെറിയ ദുരന്തം മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഓരോന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് ഫണ്ട് കിട്ടുന്നില്ല? വയനാടിന് പോലും വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ പോലും തിരിച്ച് കിട്ടുന്നില്ല കേരളത്തിന്. എന്തുകൊണ്ട്? ബീഹാറിന് പൈസ കൊടുക്കുന്നുണ്ട്, UP കൊടുക്കുന്നുണ്ട്, ആന്ധ്ര കൊടുക്കും. എന്തുകൊണ്ട് കേരളത്തിന് മാത്രം? കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഇവിടുന്ന് ജനങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ. സുരേഷ് ഗോപി സംസാരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യനോട് ഈ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച്, പെട്രോളിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്ന മറുപടി ആർക്കും മനസ്സിലാവാത്ത മറുപടി. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് പോലും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? ഇല്ല. ഇമാതിരി പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാൻ, വാ തുറക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. കാരണം ചോദിച്ച ഒറ്റ കാരണമാണ്, കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റാ ഭരിക്കുന്നത്, അവർ BJP. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പിണറായി വിജയനോടൊപ്പം LDF സർക്കാർ, LDFന്റെ നേതാക്കന്മാരൊക്കെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഞങ്ങളെ സഹായിക്കുന്നില്ല, കേന്ദ്രം സപ്പോർട്ട് തരുന്നില്ല, അതുകൊണ്ട് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കേന്ദ്രമേ കനിയൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ കേൾക്കാത്തത്? ഒന്ന്, ഇത് പ്രോപ്പറായിട്ട് ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും ബി ജെ പിക്ക് എന്തത് LDF തലയിൽ ഇടാൻ പറ്റും. കാരണം നിങ്ങളുടെ സർക്കാർ മോശമാണ്, ഞങ്ങളെ ജയിപ്പിക്കൂ എന്നാൽ ഞങ്ങൾ കുറെ കൂടി തരാം. വ്യക്തമായി കേട്ടല്ലോ, BJPയുടെ കേരളത്തോടുള്ള ഉഡായിപ്പ് നയങ്ങൾ, ആ നയങ്ങളെയെല്ലാം പുതിയ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കൃത്യമായി തെളിയുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിച്ചത്. അതിലുപരി ഇതൊരു PR കൊട്ടേഷനായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ BJP സർക്കാരിനെ പൊക്കിയടിക്കുവാനുള്ള പരിപാടി. പക്ഷേ അത് മുളയിലെ നുള്ളിക്കളഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണമായിരുന്നു ഒരു കൂട്ടം യുവതലമുറ നടത്തിവെച്ചത്. അവരുടെയൊക്കെ രാഷ്ട്രീയ ബോധം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണിത്. ഇനി എന്തൊക്കെ ഉഡായിപ്പ് കാണിച്ചാലും കേരളത്തിൽ BJP എന്ന് പറയുന്ന ഉഡായിപ്പ് പ്രസ്ഥാനത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ പുതിയ തലമുറ അനുവദിക്കില്ല എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകളാണ് അവരുടെ വാക്കുകളായി പുറത്തുവന്നത്. എന്തായാലും ശരി, BJP സർക്കാരിനെ വെള്ളപൂശിയിട്ട് കേരളത്തിൽ BJP അധികാരത്തിലെത്തിക്കുവാൻ വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസും അതുപോലെ തന്നെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരും പെടാപ്പാടുപെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മണ്ടക്കിട്ടുള്ള ഒരു അടി തന്നെയായിരുന്നു യുവതലമുറയിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഏഷ്യാനെറ്റ് മാപ്രകളുടെ ചെവിക്കൽ പൊളക്കൽ മറുപടി പോലെ കൊടുത്തു വെച്ചത്.